ഇതിനെ ഭയക്കുന്നുണ്ടോ? ഇത്ര നടപടികളെ ഭയക്കുന്നുണ്ടോ? എന്തിനു ഭയക്കണം? അപ്പോൾ ഈ മൊഴിയെടുക്കാൻ വന്നു, കേസെടുക്കുന്നു, എന്തിനാ ഭയക്കുന്നത്? അങ്ങനൊരു ജനങ്ങളുടെ ചോദ്യം ഞാൻ ചോദിച്ചത്. ഞാൻ ഭയക്കുന്നില്ല, അതാണ്. ഞാൻ കൊള്ളക്കുറ്റമൊന്നും ചെയ്തിട്ടില്ല. ഒന്നുമില്ല വിശദീകരണം, മൊഴി തന്നെ. ഒന്നുമില്ല. അവര് പത്രത്തിൽ വന്ന പ്രസ്താവനയില്ലേ, പത്രത്തിൽ പ്രസ്താവന ഒന്നുമില്ല, അതേപ്പറ്റി അവർ അന്വേഷിക്കാൻ വേണം. കളക്ടർ പറഞ്ഞിട്ട് അന്വേഷിക്കാൻ വേണം. ഭാഗമാണ് അങ്ങനെ ഒരു വെളിപ്പെടുത്തലാണെന്നൊക്കെ, അതൊക്കെ യഥാർത്ഥമാണോ? ഞാനിപ്പോ കളക്ടർ പറഞ്ഞിട്ടൊരു എന്നെ കണ്ട് എൻ്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയല്ലോ അവര്. അപ്പോൾ അവരതിൻ്റെ ആവശ്യമായ തീരുമാനം എടുക്കണ്ട. ഇപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറയേണ്ട കാര്യമില്ല. എനിക്ക് പ്രത്യേക പ്രശ്നമൊന്നുമില്ല. സാർ, ഇതൊരു ടങ് സ്ലിപ്പ് സംഭവിച്ചാണെന്നുള്ളൊരു വ്യാഖ്യാനമുണ്ട്. അതായത് സംസാരിച്ച കൂട്ടത്തിൽ അങ്ങനെ ഒരു ഒന്നും പറയാനില്ല കേട്ടോ. ശരി. എന്ത് മൊഴിയാണ് അവർ ചോദിച്ച ചോദ്യങ്ങൾ എന്തൊക്കെയാണ് സാർ? അല്ല, അവരിതേ പറ്റിയൊക്കെ ചോദിച്ചത്. പ്രധാനമായിട്ട് ഈ ഇന്നലെ സംസാരിച്ചതിനെ കുറിച്ചാണോ ചോദ്യം ഉന്നയിച്ചത്? അതേപ്പറ്റി മാത്രം, അതേപ്പറ്റി മാത്രം, വേറെ ഒന്നുമല്ല. ഇനി എന്ത് നടപടി തുടർന്നുണ്ടാവില്ല അങ്ങനെയൊക്കെ പറഞ്ഞാൽ തുടർന്ന് അവർ റിപ്പോർട്ട് കളക്ടർ കൊടുക്കും, അത്രേ ഉള്ളൂ. ഇവിടെ കളക്ടർ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ചെയ്യട്ടെ. അന്വേഷണം കഴിഞ്ഞല്ലോ, നമ്മുടെ അന്വേഷണം കഴിഞ്ഞു. ഇന്ന് കടക്കരപ്പള്ളിയിൽ CPI ഒരു പരിപാടി ഉണ്ടല്ലോ, പോകുന്നുണ്ടോ? അവിടെ വരെ പോകണം, പോകുന്നുണ്ടല്ലേ? അതൊരു പൊതുപരിപാടിയാണ്. ഞാനൊരു പ്രസംഗം നടത്തിയ കാര്യത്തെ പറ്റിയല്ലേ, അതേപ്പറ്റി ഇപ്പോൾ പ്രസംഗം റെക്കോർഡിക്കലായിട്ടുള്ളതല്ലേ, അതിനകത്ത് എന്താണോ ഉള്ളത് വ്യത്യാസപ്പെട്ട റിപ്പോർട്ടൊക്കെ വന്നിട്ടുണ്ടാവും. അത് സാരമല്ല. ഗവൺമെൻറ് എന്തായാലും, ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഗവൺമെൻറ് അല്ല. അവർ എന്നോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ഞാൻ അവരോട് കാര്യങ്ങൾ പറഞ്ഞു. ഒരു മാന്യമായ തലത്തിൽ ആ കാര്യം ഡീൽ ചെയ്തു. നമ്മൾ അങ്ങനെ തന്നെ മാന്യമായി എതിർച്ചു. അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. സാറിന് ആദ്യ അനുഭവമല്ലേ ഇങ്ങനെ ഒരു പ്രസംഗത്തിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു ഇത്? അല്ല, മുമ്പ് അല്ല, പണ്ടങ്ങാണ്ട് ഒരു ശ്രീമതി ടീച്ചറെ, അത് ഞങ്ങൾ ആദ്യത്തെ VS ഗവൺമെൻറ് ശ്രീമതി ടീച്ചറെ ആരോ എന്തോ ചീത്ത പറഞ്ഞത്. അപ്പോൾ ചീത്ത പറഞ്ഞതിനവിടെ ട്രിവാൻഡ്രം മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു കേസ് ഉടനെ ഒരാൾ കൊണ്ട് കൊടുത്ത് ഫയൽ ചെയ്തത്. അപ്പോൾ ഞാനെന്തോ പറഞ്ഞു, അതിൻ്റെ പേരിലൊരു കേസ് എൻ്റെ പേര് വന്നത്. പക്ഷെ അത് ആ കേസ് തള്ളിപ്പോയി. ഇതിനെ ഭയക്കുന്നുണ്ടോ? ഇത്ര നടപടികളെ ഭയക്കുന്നുണ്ടോ? എന്തിനു ഭയക്കണം? ഈ മൊഴിയെടുക്കാൻ വന്നു, കേസെടുക്കുന്നു, എന്തിനാ ഭയക്കുന്നത്? അങ്ങനൊരു ജനങ്ങളുടെ ചോദ്യം ഞാൻ ചോദിച്ചത്. ഞാൻ ഭയക്കുന്നില്ല, അതാണ്. ഞാൻ കൊള്ളക്കുറ്റമൊന്നും ചെയ്തിട്ടില്ല. ഇതൊക്കെ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് കേട്ടല്ലോ. ശരി.